ഒട്ടും കൊഴിഞ്ഞു പോവാതെ കുക്കറിൽ എങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് അവിയൽ ഉണ്ടാക്കുക എന്നാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെ നല്ല പെർഫെക്റ്റായിട്ട് അവിയൽ തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 3 ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ. ഇത് നല്ല അടിക്കനമായിട്ടുള്ളൊരു കുക്കറാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ, ബീൻസ്, കോവയ്ക്ക, പിന്നെ പടവലങ്ങ, പയർ, ഇങ്ങനെയുള്ള വേവാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള പച്ചക്കറികൾ അടിയിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് നിരത്തി വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ചേർക്കുന്നത് ചേനൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. ചേനൻ്റെ കഷ്ണങ്ങൾ അടിയിൽ ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ നിറം മാറാനുള്ള ചാൻസ് ഉണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒട്ടും നിറം മാറാതെ തന്നെ നമുക്ക് ചേനൻ്റെ കഷ്ണങ്ങൾ കിട്ടുന്നതായിരിക്കും. ഇനി നമ്മളിതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. വേവ് കൂടുതലുള്ള പച്ചക്കറികളാണ് ഞാനിവിടെ ആദ്യത്തെ സ്റ്റെപ്പുകളിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. കല്ലുപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമ്മൾ വേവ് കുറവുള്ള പച്ചക്കറികൾ, കുമ്പളങ്ങ, പിന്നെ മുരിങ്ങക്കായ, ക്യാരറ്റ്, അങ്ങനെയുള്ള വേവ് കുറവുള്ള പച്ചക്കറികൾ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി ഇതുപോലെ മുകൾ വശം ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിനാവശ്യമുള്ള അല്പം കൂടി മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ പച്ചക്കറികൾ കൂടി കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അല്പം ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ വീഡിയോ ഇതിൽ നിന്ന് സ്കിപ്പായി പോയിട്ടുണ്ട്. ഇനി വേവാൻ ആവശ്യമുള്ള വെള്ളം ഇതുപോലെ കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് കുടഞ്ഞു കൊടുത്താൽ മാത്രം മതിയാവും. വെന്ത് വരുമ്പോൾ കുമ്പളങ്ങിൽ നിന്ന് തന്നെ വെള്ളം വരുന്നതായിരിക്കും. അത് മാത്രം മതിയാവും ഈ പച്ചക്കറികളൊക്കെ വേവാനായിട്ട്. അടപ്പ് കൊണ്ട് അടച്ച ശേഷം നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒറ്റ വിസിൽ വരുന്നവരെ നമുക്കിതിനെ വേവിച്ചെടുക്കാം. ഒറ്റ വിസിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓഫാക്കി കൊടുക്കണം. ഇനി ഇതിനെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിതാ ഒരു വലിയ കപ്പിൽ തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. വലിയ തേങ്ങേൻ്റെ ഒരു മുറിയാണ് കേട്ടോ ഞാൻ ഇതിലേക്ക് ചിരകിയിട്ടുള്ളത്. എരിവിനാവശ്യമുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള പച്ചമുളക് ചേർക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു സ്മെല്ല് കൂടി നന്നായിട്ട് കിട്ടും. ഇനി ഇതാ 1 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഫുള്ളായിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് നമുക്ക് ചതച്ചെടുത്തിട്ട് കൊണ്ടുവരാം. അല്പം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വേണമെന്നൊന്നുമില്ല, ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടി നല്ല കളർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ തേങ്ങയൊക്കെ ഇവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇതുപോലെ ചതച്ചെടുത്തിട്ടുള്ളത്. നന്നായിട്ട് അരയേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അവിയലിന്. പിന്നെ ഞാൻ അവിയലിലേക്ക് ചേർക്കുന്നത് പുളിയാണ് കേട്ടോ. വാളൻ പുളിയാണ് ചേർത്തിട്ടുള്ളത്. തൈര് വേണമെങ്കിൽ തൈരും ചേർക്കാം. ഞാനിവിടെ പുളി ചേർത്തിട്ടാണ് ഈ ഒരു അവിയൽ തയ്യാറാക്കിയിട്ടുള്ളത്. ഇത് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി നമുക്കിതുപോലെ എടുത്തിട്ട് അല്പം വെള്ളത്തിൽ കലക്കിയ ശേഷം ഇതുപോലെ അങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ വിസിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. കണ്ടോ, വന്ന ഉടനെ തന്നെ നമുക്ക് കുക്കർ എന്തായാലും പെട്ടെന്ന് തന്നെ തുറക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് എല്ലാം വെന്ത് കുഴഞ്ഞു പോവും. വിസിൽ വന്ന അപ്പം തന്നെ നമുക്ക് ടാപ്പിൻ്റെ ചോട്ടിൽ വെച്ചിട്ട് നമുക്കതിനെ ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിതാ പച്ചക്കറികളൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് മാറ്റി കൊടുക്കണം. അല്ലെങ്കിൽ ആ ചൂടിൽ വീണ്ടും അത് വേവാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് ഞാനൊരു പരന്നൊരു പാത്രത്തിലേക്ക് ഇതുപോലെ അങ്ങ് മാറ്റിയിട്ട് കൊടുക്കാം. എന്നിട്ടിതാ ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോവാനായിട്ട് ഇതുപോലെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. പച്ചക്കറികളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ചേന ഒട്ടും കളർ ചേഞ്ച് ആവാതെ വെന്തിരിക്കുന്നത് കണ്ടില്ലേ. ചേന വെന്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ പച്ചക്കറികളും നല്ലപോലെ വെന്തിട്ടുണ്ടാവും. അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം പോലെ ചേർക്കാതെ ഇതുപോലെ കുറച്ച് കട്ടിക്ക് വേണം നമുക്കിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങ കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. ഞാനിതിപ്പോൾ അടുപ്പിലൊന്നും വെച്ചിട്ടില്ല, പുറമേ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അവിയൽ ഉണ്ടാക്കാൻ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഇതൊരു എളുപ്പ വിദ്യയാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് അവിയൽ വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഇനി നമുക്കതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ പച്ചക്കറികൾ കൊണ്ട് തന്നെ ഈ മസാലയൊക്കെ ഇതുപോലെ അങ്ങ് തട്ടിപ്പൊത്തി പൊതിഞ്ഞങ്ങ് വെച്ച് കൊടുക്കാം. ഈ ഓണത്തിന് ഈ ഒരു രീതിയിൽ അവിയൽ തയ്യാറാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വീണ്ടും വീണ്ടും ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു അവിയൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിതിനെ അടപ്പ് കൊണ്ടൊന്ന് അടച്ചു കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. ഫ്ലെയിം ഒരിക്കലും കൂട്ടി വയ്ക്കരുത്. മീഡിയത്തിനേക്കാളും അല്പം കുറവിലാണ് ഞാനിവിടെ വെച്ച് കൊടുത്തിട്ടുള്ളത്.
5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്ന് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അവിയലിൻ്റെ നല്ലൊരു മണമാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ഇതുപോലെ പതുക്കെ ഒന്ന് ഇളക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും ഈ തേങ്ങയുടെ മിശ്രിതമൊക്കെ ഒന്ന് ചേരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കണ്ടോ, നമ്മൾ ഇളക്കുമ്പോൾ കൂടെ ആ പച്ചക്കറികളൊന്നും ഒട്ടും പൊട്ടിപ്പോകുന്നില്ല. നമ്മളിതിൽ പുളിവെള്ളമാണല്ലോ ചേർത്തിട്ടുള്ളത്. പുളിവെള്ളം ചേർക്കുമ്പോൾ പച്ചക്കറികൾക്കൊക്കെ ഒരു ഉറപ്പൊക്കെ കിട്ടുന്നതായിരിക്കും. ഇനിയിപ്പോൾ വെന്ത് വരുമ്പോൾ അല്പം വെള്ളം കൂടുതലാണെങ്കിൽ ആ വെള്ളത്തിന് നമുക്ക് 2 മിനിറ്റ് കൂടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. അങ്ങനെ നല്ല പെർഫെക്റ്റായിട്ട് അവിയലിത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. നല്ല കളർഫുള്ളായിട്ടും പിന്നെ പച്ചക്കറികളൊക്കെ കാണാനും നല്ല ഭംഗിയായിട്ട് തന്നെ ഉണ്ടാവും ഇതുപോലെ കുഴഞ്ഞു പോവാതിരിക്കുമ്പോൾ. അങ്ങനെ ഇവിടെ നമ്മളുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഉപ്പും എരിവും പുളിയും എല്ലാം കറക്റ്റായിട്ട് വരുമ്പോഴാണ് അവിയലിന് സ്വാദ് കൂടുന്നത്. അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അവിയലാണ് കേട്ടോ അത്. ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.